നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തും 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ദേശീയ പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റു മന്ത്രിമാർ, മുതിർന്ന IPS ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിനെത്തിയിരുന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച ഗവർണർ തുറന്ന ജീപ്പിൽ പരേഡ് പരിശോധിച്ചു. അതിനിടയിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിനിടെ സിറ്റി പോലീസ് കമ്മീഷണർ കുഴഞ്ഞു വീണു. തോംസൺ ജോസ് ആണ് കുഴഞ്ഞു വീണത്. പരേഡിനെ അഭിസംബോധന ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസാരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഗവർണറുടെ സമീപത്താണ് കമ്മീഷണർ നിന്നിരുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചതിന് ശേഷം പ്രസംഗിക്കുന്നതിനായി ഗവർണർ ഒരുങ്ങുന്നതിനിടെ സമീപത്തു നിന്ന കമ്മീഷണർ കുഴഞ്ഞു വീഴുകയായിരുന്നു. മുന്നോട്ടേക്ക് വീണ അദ്ദേഹത്തെ സഹപ്രവർത്തകർ ഓടിയെത്തി ആംബുലൻസിലേക്ക് മാറ്റി. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം പിന്നീട് തിരിച്ചെത്തി. തൊട്ടപ്പുറത്തുള്ള ആംബുലൻസ് വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയത്. ഇന്ന് രാവിലെ ഗവർണർ ചടങ്ങിനായി വന്നത് മുതൽ തന്നെ കമ്മീഷണർ തോംസൺ ജോസ് അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഫ്ളാഗ് ഉയർത്തുമ്പോഴും പിന്നീട് സല്യൂട്ട് സ്വീകരിക്കുമ്പോഴും ഗവർണർക്ക് സമീപം തന്നെയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നത്. തുടർന്ന് 9:30-ഓടെയാണ് ഗവർണർ പ്രസംഗം തുടങ്ങിയത്. പ്രസംഗം തുടങ്ങി അല്പം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് മുന്നോട്ട് കുഴഞ്ഞു വീണത്. പെട്ടെന്ന് തന്നെ എല്ലാവരും പരിഭ്രാന്തരായി. ഉടനെ തന്നെ സ്റ്റേജിലുണ്ടായിരുന്ന മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം വേഗം ഓടിയെത്തി അദ്ദേഹത്തെ താങ്ങിയെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. കൊണ്ടുപോകുന്ന സമയത്തും അദ്ദേഹത്തിന് ചികിത്സ നൽകാനും വേഗം അദ്ദേഹത്തെ നോക്കാനൊക്കെ ഗവർണർ പറയുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ആംബുലൻസ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ചികിത്സ നൽകി പിന്നീട് അദ്ദേഹം വേദിയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ഏതായാലും അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനാണ്. കേരളത്തിൽ പോലീസ്, എക്സൈസ് തുടങ്ങി 15ഓളം സേനാ വിഭാഗങ്ങളാണ് പരേഡിൽ അണിനിരുന്നത്. പരേഡ് അവസാനിപ്പിച്ച ശേഷം ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. കരസേന, വ്യോമസേന, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ തുടങ്ങി വിവിധ സേനകളെ പ്രതിനിധീകരിച്ചുള്ള ബറ്റാലിയനുകളും പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ വിദ്യാർത്ഥികളുടെ വിഭാഗമായ NCC, സൈനിക സ്കൂൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തുടങ്ങിയവരും സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ അണിനിരന്നിട്ടുണ്ട്. ഇന്ത്യൻ കരസേനയുടെ മേജർ J. അജന്തർ ആണ് പരേഡ് നയിക്കുന്നത്. പരേഡ് പരിശോധനയ്ക്ക് ശേഷം വിവിധ സേനാ വിഭാഗത്തിനുള്ള വിശിഷ്ട മെഡലുകളും ഗവർണർ സമ്മാനിക്കും. UAE കോൺസുലേറ്റിലുള്ള നയതന്ത്ര പ്രതിനിധികളും തലസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിലെ കർത്തവ്യ പഥിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. രാവിലെ 10:30 ആരംഭിച്ച് റിപ്പബ്ലിക് ദിന പരേഡ് ഏകദേശം 90 മിനിറ്റോളം നീണ്ടു നിൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ യുദ്ധസ്മാരകം സന്ദർശിച്ച് വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരവ് അർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്.